قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തൗഹീദുൽ റുബൂബിയത്തും അതുപോലെ തന്നെ തൗഹീദുൽ ഉലൂഹിയത്തിൻ്റെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളും വിശദീകരിച്ചു. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ തൗഹീദുൽ ഉലൂഹിയത്ത് ഉള്ളവനാണ്, തൗഹീദുൽ ഉലൂഹിയത്ത് ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കണം ചെയ്യുന്നത്, എന്നാലേ അവൻ മുവഹിദാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അവൻ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്ത് ചെയ്യണം? അതിന് ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഈ കാര്യം പറയുമ്പോൾ സാധാരണ ചില ആളുകളൊക്കെ പറയുന്നൊരു മറുപടിയാണ്, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ അവർ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാറുണ്ട്. എന്താണ്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവരാണ്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹ് മാത്രമാണ് ഇലാഹ്, അള്ളാഹ് മാത്രമാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രവർത്തികൾ, ദുആ ആണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും നേർച്ച, നദ്ർ, ബലികർമ്മം, ദബ്ഹ്, ഇതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക്, ഔലിയാക്കന്മാർക്ക്, സ്വാലിഹ്യങ്ങൾക്ക് നമ്മൾ ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ മറ്റ് മതക്കാരെ പോലെ, മക്കയിലെ മുശ്രിക്കുകളെ പോലെ, അല്ലെങ്കിൽ വസനിയീൻ എന്ന് പറയുന്ന വിഗ്രഹാരാധകരെ പോലെ അള്ളാഹു അല്ലാതെ ഈ ലോകത്തിന് വേറൊരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുന്ന ആവശ്യങ്ങൾ അള്ളാഹുവിന് അനുവാദമില്ലാതെ അവർക്ക് ചെയ്തു തരാൻ സാധിക്കും എന്നൊന്നും വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന് മാത്രമാണ് എല്ലാത്തിൻ്റെയും അധികാരമുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ലല്ലോ, എന്താണ് കുഴപ്പം എന്നവർ ചോദിക്കുന്നത് കാണാം. അപ്പോൾ ഇതിനുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലേ, ആവശ്യങ്ങൾ പറയാൻ, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് എൻ്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ, എന്നെപ്പറ്റി അവർ ചോദിക്കുകയാണെങ്കിൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, ഞാൻ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഒരാൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം ചെയ്യും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. എന്താവശ്യമാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്നോട് നിങ്ങൾ ചോദിക്കുക. ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു കോപിക്കും, ദേഷ്യപ്പെടും. അള്ളാഹുവിനോട് ചോദിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ദുആ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ എന്നതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോഴാണ് തിരിച്ച് ഈ സഹോദരങ്ങൾ പറയുക, എന്ത്? നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയല്ല ഈ സൃഷ്ടികളോട് ചോദിക്കുന്നത്, ഔലിയാക്കന്മാരോട് ചോദിക്കുന്നത്. അവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് കൊണ്ടാണ് അവർ സഹായിക്കുന്നത്. എപ്പോഴാണ് പ്രശ്നമാവുക, എപ്പോഴാണ് തെറ്റാവുക, എപ്പോഴാണ് ഷിർക്കാവുക? അള്ളാഹുവിനെ പോലെ ഇവർക്ക് കഴിവുണ്ട്. അള്ളാഹുവിന് അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് തഅ്സീറുണ്ട്. എന്താ തഅ്സീർ എന്ന് പറഞ്ഞാൽ? ഈ ലോകത്ത്, പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാനുള്ള, എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ്. ഈ ലോകത്ത് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഉള്ള ഒരു വസ്തുവിൻ്റെ രൂപം മാറ്റാനോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായി ചെയ്യുക, അള്ളാഹിൻ്റെ സഹായമൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുക. എന്താണ് അതിനെയാണ് എന്ത് പറയുന്നത്? തഅ്സീർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അന്നഫ്ഉ വദ്ദർ അൽ മുസ്തഖിൽ, സ്വതന്ത്രമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാലേ പ്രശ്നമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആയത്തിനെതിരല്ല ഞങ്ങൾ ചെയ്യുന്നത്. അള്ളാഹ് എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞത് എന്ത് നിലക്കാണ്? സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ആ വിശ്വാസത്തോടു കൂടി അള്ളാഹിനോട് ചോദിച്ചാൽ മതി. അതല്ലാതെ ആരോടും എന്തും ചോദിക്കാം. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയാൻ ഉള്ള മാർഗം എന്താണ്?
വിശുദ്ധ ഖുർആനിലാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ അവതരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആളുകൾ, ഖുർആൻ്റെ അഭിസംബോധിതരായിരുന്ന ആളുകൾ, അവരുടെ വിശ്വാസം എന്തായിരുന്നു നോക്കിയാൽ മതി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ അറബികളെ ദഅവത്ത് ചെയ്തപ്പോൾ, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരാരെയായിരുന്നു വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്? അതെന്ത് വിശ്വാസത്തിലായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരെ പോലെ ആകാതിരുന്നാൽ മതി, അപ്പോൾ നമ്മുടെ വിശ്വാസം ശരിയാവും. അവർ പ്രാർത്ഥിച്ചിരുന്നത് പോലെ, അവർ ദുആ ചെയ്തിരുന്നത് പോലെ നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അവരെങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് നോക്കിയാൽ മതി. എന്തായിരുന്നു അവരുടെ വിശ്വാസം? അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് നമുക്കറിയാം. ലാത്ത്, ഉസ്സ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹുവിനെ പോലെ കഴിവുണ്ട്. അള്ളാഹുവിൻ്റെ അനുവാദമില്ലെങ്കിലും നമ്മൾ ചോദിക്കുന്നത് നേടിത്തരാൻ അവർക്ക് സാധിക്കും എന്നൊക്കെ മക്കയിലെ അറബികൾ വിശ്വസിച്ചിരുന്നോ? ഖുറൈശികൾ വിശ്വസിച്ചിരുന്നോ? ഇല്ലേ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തുടക്കം മുതൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് കാണാം. സൂറത്തുൽ ബഖറയിൽ നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അമ്രാണ്, ഒന്നാമത്തെ കൽപ്പനയാണ്, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളുടെ മുമ്പുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചവനാണ് അവൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് സൂക്ഷ്മത നേടാം, നരകത്തിൽ നിന്ന് രക്ഷ നേടാം. ലഅല്ലക്കും തത്തഖൂൻ. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, അവൻ എങ്ങനെയുള്ളവനാണ്? ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നു, നിങ്ങൾക്ക് താമസിക്കാനും വീട് വെക്കാനും കൃഷി ചെയ്യാനും ഒക്കെ പാകമായി ഭൂമിയെ സംവിധാനിച്ചു. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി മാറ്റി, ഉപരിലോകത്തെ ഒരു മേൽക്കൂരയാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം മഴ വർഷിപ്പിക്കുകയും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അവൻ മുളപ്പിക്കുകയും ചെയ്തു. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇത് അറിഞ്ഞിരിക്കെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അപ്പോൾ അള്ളാഹു തആല അവരോട് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഭൂമിയെ ഒരു വിരിപ്പാക്കിയത്, ആകാശത്തെ മേൽക്കൂരയാക്കിയത്, മഴ വർഷിപ്പിക്കുന്നത്, ചെടികൾ മുളപ്പിക്കുന്നത്, ഇതൊക്കെ അള്ളാഹു മാത്രമാണ് എന്ന് നിങ്ങൾക്കറിയാം. വഅൻതും തഅലമൂൻ, ഉറങ്ങാണെങ്കിൽ മുഖം കഴുകി വന്നു കേട്ടോ. ഇതൊക്കെ അള്ളാഹു ആണ് എന്ന് നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അപ്പോൾ അവരുടെ ഇലാഹുകൾ, അവരാരാധിക്കുന്ന വസ്തുക്കൾ, ഈ പറഞ്ഞ ലാത്തും ഉസ്സയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അവർക്ക് മഴ വർഷിപ്പിക്കാൻ കഴിയും, അള്ളാഹിൻ്റെ അനുവാദമില്ലാതെ സൃഷ്ടിക്കാൻ കഴിയും, അള്ളാഹിൻ്റെ അനുവാദമില്ലാതെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസമെങ്കിൽ അവരെന്താ മറുപടി പറയാം? ഈ പറഞ്ഞൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വഅൻതും തഅലമൂൻ, ഇല്ല ഞങ്ങൾക്കറിയില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നല്ലേ പറയാം? ഇല്ല, അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെന്ത് പറയും തിരിച്ച്? ഞങ്ങളുടെ വാദം അതല്ല, ഞങ്ങളങ്ങനെ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ, അള്ളാഹു അല്ലാത്ത ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്ത് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൗമിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതൊക്കെ അള്ളാഹു അല്ലേ, അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത് അള്ളാഹു അല്ലേ, അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പറയുന്നത് അർത്ഥമുണ്ടോ? ഇല്ല. അവരോട് ആദ്യം പറയേണ്ടത് എന്താണ്? ഈ സൃഷ്ടിപ്പൊക്കെ നടത്തിയത് അള്ളാഹു ആണ് എന്നാണ് അവരോട് തെളിയിക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്തിൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവരുടെ വിശ്വാസം അങ്ങനെ ആയിരുന്നില്ല, അഥവാ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട് എന്ന് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. രണ്ടാമത്തേത്, ഇനി വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് സൂറത്ത് യൂനുസിൽ കാണാം. സൂറത്ത് യൂനുസിൽ അള്ളാഹു തആല മുശ്രിക്കുകളോട് സംസാരിക്കുന്നത്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, നബിയെ താങ്കൾ അവരോട് പറയുക, ആരാണ് ആകാശത്ത് നിന്ന് അതുപോലെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ കാഴ്ചയുടെയും കേൾവിയുടെയും ഉടമസ്ഥതയാർക്കാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അതുപോലെ ജീവനുള്ള വസ്തുവിൽ നിന്ന് മയ്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നു, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കുന്നു, ഇതൊക്കെ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അള്ളാഹ്, അവർ പറയും അള്ളാഹുവാണ്. ആരാണ് പറയുന്നത് അള്ളാഹു ആണെന്ന്? മക്കയിലെ മുശ്രിക്കുകൾ അല്ലേ? ആരാണ് അവിടെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരിക്കുന്നത് ആരാണ്? അബൂജഹലും ഇതുപോലെയുള്ള മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ. അവരെന്ത് പറയും? ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയില്ലേ എന്നവരോട് പറയുക. അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും ശിർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയില്ലേ? ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദ്ദലാലു ഫഅന്നാ തുസ്റഫൂൻ, അള്ളാഹു ആകുന്നു നിങ്ങളുടെ ഹക്കായ യഥാർത്ഥ റബ്ബ്. ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ബാത്തിലല്ലാതെ വേറെ എന്താണുള്ളത്? അപ്പം അള്ളാഹുവാണ് റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് ഹക്ക്.
അതിൽ നിന്ന് വിട്ടാൽ പിന്നെ നിങ്ങൾ ബാത്തുലിലാണ്. ഫഅന്ന തുസ്റഫൂൻ, നിങ്ങളെങ്ങനെയാണ് ഈ വ്യക്തമായ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത്? അപ്പോൾ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം അള്ളാഹുവിനോട് മത്സരിക്കുന്ന, അള്ളാഹുവിൻ്റെ തുല്യമായ ശക്തിയുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് അനുവാദമില്ലാതെ സ്വതന്ത്രമായി തോന്നിയത് ചെയ്യാൻ കഴിവുള്ള വേറെ ആളുകളുണ്ട് എന്നായിരുന്നെങ്കിൽ അവരെന്ത് പറയും? ഇതൊന്നും അള്ളാഹു അല്ല. അമ്മൻ യംലികു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ഇതൊക്കെ ഞങ്ങളുടെ ഇലാഹുകളാണ് എന്നവർ പറയുമായിരുന്നു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല അള്ളാഹു തആല അവരോട് പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന ഈ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിക്കുന്നില്ല, അഫലാ തത്തഖൂൻ എന്നാണ് അതിനുശേഷം പറയുന്നത്. അതുപോലെ വേറെ സൂറത്തുകൾ നോക്കിയാൽ സൂറത്ത് അൽ മുഅ്മിനൂൻ, വിശുദ്ധ ഖുർആൻ്റെ എല്ലാ ഭാഗത്തും ഈ കാര്യം പറയുന്നുണ്ട്. ഒരു 4 ആയത്തുകൾ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. ബഖറയിൽ കണ്ടു, യൂനിസിൽ കണ്ടു. സൂറത്ത് അൽ മുഅ്മിനൂൻ, ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹ, നബിയെ താങ്കൾ അവരോട് പറയുക, ലിമൻ അൽ അർദ്, ഭൂമി ആരുടേതാണ്, വമൻ ഫീഹ, ഭൂമിയിലുള്ള എല്ലാവരും, ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും ആരുടേതാണെന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അള്ളാഹുവിൻ്റേതാണ്. ഫഖുൽ അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അവരോട് പറയുക. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം, 7 ആകാശങ്ങളും അതുപോലെ തന്നെ അർഷും, അതിമഹത്തായ അർഷും ആരുടേതാണെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന ലില്ലാഹ്. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം സയഖൂലൂന ലില്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ എന്ന് അവരോട് പറയുക. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥത ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ വഹുവ യുജീറു, അവൻ അഭയം നൽകുന്നവനാണ്. അഭയം തേടുന്നവരോട് അഭയം തേടുന്നവർക്ക്, രക്ഷ തേടുന്നവർക്ക് അഭയം നൽകുന്നവനാണ്. വലാ യുജാറു അലൈഹി, അവൻ്റെ ശിക്ഷയിൽ നിന്ന് അഭയം നൽകാൻ വേറെ ആരുമില്ല. അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അള്ളാഹുവിനോട് ഒരാൾ കാവൽ തേടിയാൽ അള്ളാഹു അവന് കാവൽ നൽകാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹുവാണ് എന്നവർ പറയും. ഫഖുൽ ഫസയഖൂലൂന അല്ലാഹു ഫഅന്ന തുസ്ഹറൂൻ ഫഖുൽ അന്ന തുസ്ഹറൂൻ ഫഖുൽ അന്ന തുസ്ഹറൂൻ, നിങ്ങൾ എങ്ങനെയാണ് സിഹറിൽപ്പെട്ടു പോകുന്നത്? ഫഅന്ന തുസ്ഹറൂൻ, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന അല്ലാഹു സയഖൂലൂന ലില്ലാഹി ഖുൽ ഫഅന്ന തുസ്ഹറൂൻ. ജസാക്കല്ലാഹു ഖൈർ. സയഖൂലൂന ലില്ലാഹി ഖുൽ ഫഅന്ന തുസ്ഹറൂൻ, പറയുക നിങ്ങൾ എങ്ങനെയാണ് സിഹറിൽപ്പെട്ടതുപോലെ വഴിപഴിച്ചു പോകുന്നത്? അപ്പോൾ അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നവർക്കറിയാം. അള്ളാഹുവാണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കളുടെയും ഉടമ, അള്ളാഹുവാണ് അഭയം നൽകുന്നവൻ. അള്ളാഹുവിന് അനുവാദമില്ലാതെ ആർക്കും ഒരാളെയും ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ അവർക്കറിയാം. അതുപോലെ സൂറത്ത് ശുഅറായിൽ നമ്മൾ മുമ്പ് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കൗമിനോട് പറയുന്നത് വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല അബീഹി വഖൗമിഹി മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? അവർ ഖാലു നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല ലിഖൗമിഹി ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ ഖാലു നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ ബിംബങ്ങളെയാണ്, വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നത് അള്ളാഹുവിന് പുറമെ കഴിവുള്ളവരാണോ, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിവുള്ളവരാണോ എന്നല്ല ചോദിച്ചത്. ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ ബിംബങ്ങൾ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, വല്ല ഉപകാരവും ചെയ്യാൻ അല്ലെങ്കിൽ വല്ല ഉപദ്രവവും ചെയ്യാൻ ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവരെന്താ മറുപടി പറഞ്ഞത്? ഖാലൂ ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങൾ ഇങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. ബൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇമാം തബരി, റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ഇമാം തബരി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നത് ബൽ എന്ന് പറഞ്ഞാൽ റുജൂഉൻ ബഅദ ജുഹൂദ്, ചോദിച്ച ചോദ്യത്തിന് നിഷേധമാണ് ഉത്തരം, അഥവാ ഇല്ല, അങ്ങനെയൊന്നുമില്ല, അവർ കേൾക്കുകയില്ല, ഉപകാരവും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, ഉപ്പമാർ, ഞങ്ങളുടെ വല്യുപ്പമാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമും എന്ത് വിശ്വസിച്ചിട്ടില്ല? ഈ ബിംബങ്ങൾക്ക് സ്വന്തമായി ഉപകാരവും ഉപദ്രവവും, ഇസ്തിഖ്ലാൽ, തഅ്സീർ ഇതൊന്നും ഉണ്ട് എന്ന് അവരും വിശ്വസിച്ചിട്ടില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 4 ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇക്കാര്യം നിങ്ങൾ ഈ ആയത്തുകളുടെ തഫ്സീർ നോക്കിയാൽ മനസ്സിലാവും. ഏത് തഫ്സീറാണെങ്കിലും, ഇപ്പോൾ സാധാരണ ഈ വിഷയങ്ങളിലൊക്കെ തെറ്റിദ്ധാരണയുള്ള ആളുകൾ അവരൊക്കെ അംഗീകരിക്കുന്ന തഫ്സീറാണ് ഇമാം റാസി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ തഫ്സീർ നോക്കിയാലും, അതുപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങളും ഏകദേശം അംഗീകരിക്കുന്ന ഇബ്ൻ ജരീർ അത്തബരി റഹിമഹുല്ലാഹ്,
അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും ഈ ആയത്തുകളുടെയൊക്കെ തഫ്സീർ നോക്കിയാൽ ഈ കാര്യം വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കാര്യം, ഒരു സംശയം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ തോന്നാം. എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിൽ കുറേ ആളുകൾ അള്ളാഹുവിനെ പോലെയുള്ള കഴിവില്ലാത്തവരാണ് ഈ വിഗ്രഹങ്ങളൊക്കെ എന്ന് സമ്മതിച്ചിരുന്നു. ഈ ആയത്തുകളിൽ നിന്ന് അത് വ്യക്തമാണ്. പക്ഷെ വേറെ ആളുകൾ അള്ളാഹുവിനെ പോലെ തന്നെ കഴിവുള്ളവരാണ് ഈ വിഗ്രഹങ്ങൾ എന്ന് വിശ്വസിച്ചത് അതും ഉണ്ടാകാമല്ലോ. അവരെല്ലാവരും ഇതേ വിശ്വാസക്കാരായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെ, മക്കയിലെ ചില മുശ്രിക്കുകളൊക്കെ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവരാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങൾ എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലോ ഉണ്ടാകാം, അത് നമുക്ക് തടസ്സമല്ല. പക്ഷേ ചില ആളുകൾ അള്ളാഹുവിനാണ് എല്ലാ കഴിവും എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് മുശ്രിക്കുകൾ? രണ്ടു കൂട്ടർ മുശ്രിക്കാണോ? അതോ ആദ്യം പറഞ്ഞ നമ്മൾ ഈ ആയത്തുകളുടെ തഫ്സീറിലൊക്കെ കണ്ട അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായ ആളുകൾ അവർ മുസ്ലിമീങ്ങളും ബാക്കിയുള്ളവർ മുശ്രിക്കുകളുമാണോ? അല്ല, എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? മുശ്രിക്കുകൾ എന്നാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. അല്ലേ? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരെ നിന്നിരുന്ന ആളുകൾ, അതിൽ കുറച്ച് ആൾക്കാർ മുസ്ലിമീങ്ങളായിട്ട് കാണുന്നുണ്ടോ നമ്മൾ? അള്ളാഹുവിനാണ് എല്ലാ കഴിവും എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലേ? ഈ ആയത്തിലൊക്കെ പറഞ്ഞതുപോലെ ആ ആളുകൾ മുസ്ലിമീങ്ങളാണോ? അല്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനാണ് എല്ലാ കഴിവും എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആവില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ അവരെ ഈ ഒരു വിഭാഗത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായി കാണേണ്ടിയിരുന്നു. അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഹദീസുകൾ നോക്കിയാൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നുവെന്ന് ചില ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തിനെ കുറിച്ച് പറയുന്നത് കാണാം. മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോൾ ഒക്കെ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് അവർ ചൊല്ലുമായിരുന്നു എന്ന് കാണാം ഹദീസിൽ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. നമ്മൾ ചൊല്ലുന്ന പോലെ തന്നെ, അള്ളാഹുവേ നിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു കഅബയുടെ അടുത്തേക്ക്. ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കാളിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുമ്പോൾ പറയും വൈലക്കും ഖദ് ഖദ്, നിങ്ങൾക്ക് നാശം, നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രയും പറയുകയായിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന വാക്ക് അത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നാശം. എന്താണ് നാശം എന്ന് പറയാൻ കാരണം എന്ന് അടുത്ത വരി കേൾക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത വരി എന്താ? അവർ പറയും ഇല്ല ശരീക്കൻ ഹുവലക്, ഒരു പങ്കാളിയുണ്ട്. എന്നാൽ ഒരു വിഭാഗം പങ്കാളികളുണ്ട്, അവരും നിൻ്റേതാണ്, നീ നിയന്ത്രിക്കുന്നവരാണ്. തംലിക്കുഹു വമ മലക്, ആ പങ്കാളികളുടെ ഉടമസ്ഥതയും അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ ഉടമസ്ഥതയും നിനക്കാണ് അള്ളാഹുവെ. ഇതാരാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഉള്ള ശത്രുക്കളായ മുശ്രിക്കുകളാണ്. യഖൂലൂന ദാലിക വഹും യതൂഫൂന ബിൽ ബൈത്ത്, ഈ ഹദീസിൽ കാണാം. അവരിത് പറഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉംറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ പോലെ കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചിട്ടായിരുന്നില്ല അവർ അവരുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ ഇതിനേക്കാൾ വ്യക്തമായ മറ്റൊരു തെളിവ്, ഒരാൾ മറ്റൊരാളെ ആരാധിച്ചാൽ, അയാൾക്ക് ഇബാദത്ത് ചെയ്താൽ, അയാളോട് ദുആ ചെയ്താൽ, അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇയാൾക്ക് ചെയ്താൽ അതോടുകൂടി ശിർക്കായി, അതോടുകൂടി ആ വ്യക്തിയെ ഇലാഹാക്കി. ഇയാൾ ഇലാഹാണ് എന്ന് പ്രത്യേകം പറയണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഉപ്പാക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ, അല്ലെ, ഉപ്പാനോടുള്ള ഹക്കെന്താ? ഉപ്പാനനുസരിക്കണം, അല്ലേ? ഉപ്പാനനുസരിക്കുന്നില്ല, വേറെ അയൽവാസിയായിട്ടുള്ള ഒരാളെയാണ് അനുസരിക്കുന്നത്. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അയാൾക്ക് ഖിദ്മത്തൊക്കെ ചെയ്ത് ഉപ്പാനോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അയാളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ നിങ്ങളെ വിളിച്ച് ഉപദേശിക്കുകയാണ്, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നിൻ്റെ ഉപ്പാനെയാണ് നീ നോക്കേണ്ടത്. അപ്പോൾ മകൻ പറയണെന്ത്? ഞാൻ ഇയാളെ, ഈ അയൽവാസിയെ എൻ്റെ ഉപ്പ എന്ന് വിളിക്കുന്നില്ല, അയാൾ എൻ്റെ ഉപ്പയാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഉപ്പാക്ക് കൊടുക്കേണ്ട ഹക്കുകൾ വേറെ ആൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇയാൾ ഉപ്പ എന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരിക്കൽ സഹാബത്ത് ഒരു ചോദ്യം ചോദിച്ചു. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, സൂറത്ത് തൗബയിലെ ആയത്ത്, ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ എന്താണ് ആയത്തിൻ്റെ അർത്ഥം? യഹൂദികളും നസാറാക്കളും അവരെന്ത് ചെയ്തു? ഇത്തഖദു, അവർ സ്വീകരിച്ചു, അഹ്ബാറഹും റുഹ്ബാനഹും, അവരുടെ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ സന്യാസിമാരെയൊക്കെ, അവരുടെ ഉബ്ബാദുകളായിട്ടുള്ള ആളുകളെ അവരെന്താക്കി? അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഇലാഹാക്കി. അവിടെ റബ്ബ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇലാഹ്, അള്ളാഹുവിന് പുറമെ അവരുടെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അദി ഇബ്നു ഹാത്തിം എന്ന് പറയുന്നൊരു സഹാബി, അദ്ദേഹം ജാഹിലിയ കാലത്ത് അഹ്ലു കിതാബിൽപ്പെട്ട ആളായിരുന്നു, ജൂതനോ നസ്രാനിയോ ആയിരുന്നു അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ അവരെ ആരാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ
അല്ലേ? നസാറാക്കൾ ആരെ ആരാധിക്കുന്നത്? ആരെയാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. പക്ഷേ അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൂടി ആരാധിക്കുന്നു. അതല്ലേ അവർ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും വസ്തുക്കൾ അവർ ആരാധിക്കുന്നുണ്ടാവും. അവരെ പള്ളിയിലുള്ള പുരോഹിതന്മാരെ, അച്ഛന്മാരെ, പാതിരിമാരെ അവരെ ആരാധിക്കുന്നുണ്ടാവും. അതായത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഈ സഹാബി പറഞ്ഞത്. ചെയ്യുന്ന നസാറാക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞങ്ങൾ ഈസാ നബി ആരാധിച്ചിരുന്നു, അതൊക്കെ അത് ഞങ്ങൾ ചെയ്ത തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ എന്നാണ് അള്ളാഹ് പറയുന്നത്. ഞങ്ങളുടെ പുരോഹിതന്മാരെ ഞങ്ങൾ ദൈവമാക്കി, റബ്ബാക്കി. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അവർ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഹലാൽ ആണ് എന്ന് അംഗീകരിക്കുമല്ലോ. അവരൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ ശരി അത് ഹറാമാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് ഒഴിവാക്കുമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അതെ ശരിയാണ്. അല്ലേ? നസാറാക്കൾക്ക് ബൈബിളിൽ, ഇഞ്ചീലിൽ കള്ള് ഹറാമായിരുന്നു. പക്ഷേ അവരൊരു പുരോഹിതൻ വന്നിട്ട് കള്ള് അനുവദിച്ചുകൊണ്ട് എഴുതി വെച്ചു ബൈബിളിൽ തന്നെ. അപ്പോൾ അവർ അത് സ്വീകരിച്ചു. അതുപോലെ ഹലാലായ പല കാര്യങ്ങളും ജൂതന്മാർ ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹ് അനുവദിച്ചു കൊടുത്ത പല കാര്യങ്ങളും ജൂതന്മാർ ഹറാമാക്കിയിരുന്നു. പല ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് തോന്നിയതുപോലെ ഹറാമാക്കും. ഇങ്ങനെ ചെയ്താൽ അത് ഷിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഹക്കാണെന്ത്? ഹലാൽ ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം, അല്ലേ? ഒരു കാര്യം ഹലാലാണ് ഹറാമാണെന്ന് തീരുമാനിക്കുന്ന അധികാരം ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണത്. അപ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാർ അതിൽ കൈകടത്തിയിരുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പോൾ നിങ്ങൾ അനുസരിക്കാറില്ലേ അവരെ? അനുസരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫതിൽക ഇബാദത്തുഹും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതാണ് അവർക്കുള്ള ഇബാദത്ത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണമായിരുന്നു? നമ്മുടെ സഹോദരങ്ങൾ, ഈ തെറ്റിദ്ധാരണയിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്നത് പോലെ ആ ചോദ്യം ശരിയായിരുന്നെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? നിങ്ങൾ ഈ പുരോഹിതന്മാർക്ക് അള്ളാഹുവിന് പുറമെ ശക്തിയുണ്ട്, അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ മറികടന്നിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു പുരോഹിതൻ, രണ്ട് കൈയും കാലുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാ ദുർബലതകളുമുള്ള ഒരു പുരോഹിതൻ, അയാൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനം മറികടന്നുകൊണ്ട് നമ്മളെ സഹായിക്കാൻ കഴിവുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു കാഫിർ വിശ്വസിക്കുമോ? ഇല്ല. ഇല്ല എന്ന് ഈ സഹാബി പറയാണ്. ഞങ്ങൾ അവരെ ആരാധിക്കാറില്ല. ഞങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അവർ പറയുന്നതൊക്കെ അനുസരിക്കും, അത്രയേ ഉള്ളൂ. ദീനിൻ്റെ ഭാഗമായിട്ട്, ദുന്യവിയായ കാര്യങ്ങളല്ല, ദീനിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ദീനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്തുടരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞത്? ഫതിൽക ഇബാദത്തുഹും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ ആരാധിച്ചു എന്ന് പറയാൻ അയാൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ മാത്രമുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് വ്യക്തമല്ലേ? ഈ ആയത്തിലൂടെ അത് വ്യക്തമാണ്. ചിലപ്പോൾ ചില ആളുകൾ പറയും മക്ക മുശ്രിക്കുകളും അതുപോലെ ഉള്ള ആളുകളൊക്കെ ആരാധിക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കളെ, ബിംബങ്ങളെ, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ വസ്തുക്കളെയാണ്. ഞങ്ങൾ ആരാധിക്കുന്നത് മഹാന്മാരെയാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള മഹാന്മാരായ ആളുകളെയാണ് എന്ന് പറയും. അത് ശരിയാണോ? ശരിയല്ല. വിശുദ്ധ ഖുർആൻ നോക്കിയാൽ നിരവധി ആയത്തുകളിൽ കാണാം ജീവനുള്ള ആളുകളെ തന്നെ, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന് പിന്നീട് മരിച്ചുപോയ മഹാന്മാരായ ആളുകൾ, അവരെയൊക്കെ ആരാധിക്കുന്നതും ബിംബത്തെ ആരാധിക്കുന്നത് പോലെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിലത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, എന്താണ്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്. അപ്പോൾ ഇവർ മനുഷ്യരാണോ നിർജീവ വസ്തുക്കളാണോ? മനുഷ്യരാണ്. ഇബാദുൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. അതുപോലെ സൂറത്ത് നഹ്ലിൽ പറഞ്ഞു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യഖ്ലുഖു വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവർ ദുആ ചെയ്യുന്നവർ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ, ഒരു വസ്തുവിനെയും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവർ മരിച്ച് ഖബറിൽ കിടക്കുകയാണ്. എപ്പോഴാണ് അവരെ പുനരുജ്ജീവിപ്പിക്കുക, മഹ്ശറിലേക്ക് പോകേണ്ടി വരിക എന്ന വിവരം പോലും അവർക്കില്ല. അപ്പോൾ ഇത് ബിംബങ്ങളാണോ മനുഷ്യരാണോ? മനുഷ്യരാണ്. ബിംബങ്ങളല്ല യുബഅസൂൻ, പരലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. ബിംബങ്ങൾക്ക് ജീവനേ ഇല്ല. അപ്പോൾ മനുഷ്യരെയാണ്. അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിറിൽ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കാൻ പോകുന്നില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ പോലും അവർ ഉത്തരം ചെയ്യാൻ പോകുന്നില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഷിർക്ക് അവർ നിഷേധിക്കും. ആരാണിത്? ബിംബങ്ങളാണോ മനുഷ്യരാണോ? മനുഷ്യന്മാരാണ്.
പരലോകത്ത് വെച്ച് നിഷേധിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്. നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചതിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നവർ പറയും. അതുപോലെ തന്നെ സൂറത്ത് അൽ-അഹ്കാഫിൽ വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പഴച്ചവനാരുണ്ട്? ഈ മറ്റുള്ളവർ ആരാണ്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ഇവരുടെ ദുആയെക്കുറിച്ച് അശ്രദ്ധരാണ്. ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിവരം ഈ ഔലിയാക്കന്മാർക്ക് അറിയുക പോലുമില്ല. വൈദ ഹുശ്റന്നാസു, പരലോകത്ത് മഹ്ശറിലെ ആളുകൾക്ക് ഒരുമിച്ച് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കാനു ലഹും അദാഅൻ, ഈ മഹാന്മാർ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായിരിക്കും. വകാനു ബിഇബാദത്തിഹിം കാഫിരീൻ, ഇവർ ചെയ്തിരുന്ന ശിർക്ക് അവർ അവിടെ വെച്ച് നിഷേധിക്കും. അപ്പോൾ ഇവിടെ ഭൂമിയിൽ വെച്ച് സാധുക്കളായ മനുഷ്യർ, തെറ്റിദ്ധാരണയിൽപ്പെട്ട ആളുകൾ, പഴച്ച ആളുകളുടെ സംസാരം കേട്ട് വഴിതെറ്റിപ്പോയ ആളുകൾ, മുസ്ലിമീങ്ങൾ, അവരാരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ ഔലിയാക്കന്മാർ. എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? നാളെ മരിച്ചു ചെല്ലുമ്പോൾ പരലോകത്ത് നരകത്തിലേക്ക് ഈ വലിയൻ്റെ ഔലിയാക്കന്മാർ ആരും പോകില്ല എന്നൊക്കെയാണ് ചില ആളുകൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഇന്ന വലിയനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾ പരലോകത്ത് നമ്മളെ രക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ എന്താ സംഭവിക്കുക? ദുനിയാവിൽ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ വലിയ അറിയുന്ന പോലുമില്ല. പരലോകത്ത് ചെല്ലുമ്പോഴോ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അതുപോലെ തന്നെ വകാനു ബിഇബാദത്തിഹിം കാഫിരീൻ, അവർ ഈ ആളുകളെ അവരുടെ ആളുകളെന്ന് പറഞ്ഞറിഞ്ഞ ആളുകൾ നിഷേധിക്കുകയാണ് ചെയ്യുക. അല്ലെ, ഖബറിൽ കിടക്കുന്ന ആളുകൾ, ചില ആൾക്കാർ പറയും ഖബറിൽ അവർ മരിച്ചിട്ടില്ല, അവർ ബർസഖിയായ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ്, ഔലിയാക്കന്മാർക്ക് മരണമില്ല എന്ന് പറയും. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ, മയ്യത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. പക്ഷേ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാർ മയ്യത്തല്ല, അവർ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, ശുഹദാക്കളൊക്കെ മരിച്ചാലും ജീവനുള്ളവരാണെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശുഹദാക്കളെ കുറ്റം പറയുന്ന ആളുകളാണെന്ന് പറയും. ഇത് നമുക്കറിയാത്ത കാര്യമാണോ? മരിച്ചു കഴിഞ്ഞാൽ ബർസഖിയായ ജീവിതം ഉണ്ടെന്നുള്ളത്? ഇല്ല, മരിച്ചു കഴിഞ്ഞാൽ ബർസഖിൽ ജീവിക്കുന്നവരാണ്. ബർസഖിയായ ജീവിതം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ശുഹദാക്കൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. പക്ഷേ അവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പഴച്ചവരാരുണ്ട്? ഈ ഉത്തരം ചെയ്യാത്തവരെന്ന് പറയുന്നത് ആരാണ്? ഖബറിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരും. അവർ ഔലിയാക്കന്മാരാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും സ്വാലിഹ്യങ്ങളാണെങ്കിലും അവരുടെ പണി എന്താണ്? ഖബറിൽ ഒന്നുകിൽ അവർ അവിടെ സുഖിക്കുകയായിരിക്കും, നല്ലവരാണെങ്കിൽ അവരവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ സഹായിക്കാൻ നിൽക്കുകയല്ല അവർ. അതുപോലെ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അവരവിടെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ബൈളാവി റഹിമഹുല്ലാഹ്, ബൈളാവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇൻഷാ അല്ലാഹ് തുടർന്ന് ഖുർആനൊക്കെ പഠിക്കുകയാണെങ്കിൽ, തഫ്സീറൊക്കെ പഠിക്കുകയാണെങ്കിൽ കേൾക്കും, അറിയപ്പെട്ടൊരു തഫ്സീറാണ് തഫ്സീറുൽ ബൈളാവി. ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, അറിയാതെ അബദ്ധത്തിൽ ശിർക്കൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു ഇമാമായി കാണുന്ന ആളാണ്. അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് അവർ നിങ്ങളുടെ ദുആയെക്കുറിച്ച് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നുകിൽ ജമാദാത്ത്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. അല്ല, ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാധനങ്ങൾ നോക്കിയാൽ ഒന്നുകിൽ ബിംബങ്ങളോ കല്ലോ മണ്ണോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആരാണ്? ഇബാദുൻ മുസഖറൂന മഷ്ഗൂലൂന ബി അഹ്വാലിഹിം, ഖബറിൽ തങ്ങളുടെ ഹാല് കൊണ്ട് തിരക്കിലായവരാണ്. എന്താണ് തങ്ങളുടെ ഹാൽ എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ സുഖങ്ങളാണ്, സ്വർഗത്തിലേതുപോലെയുള്ള സുഖങ്ങൾ. സ്വർഗത്തിലെത്തിയ ഒരാൾ പിന്നെ ഭൂമിയിൽ കിടക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ നിൽക്കുകയല്ല, അവൻ്റെ സുഖത്തിൽ മഷ്ഗൂലാണ്, തിരക്കിലാണ്. അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളായിരിക്കും, അവൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ ഒരിക്കലും ദുനിയാവിലെ ആളുകളുടെ കാര്യം നോക്കാൻ അവർക്ക് സമയമില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്ത ഒരാളോട് എൻ്റെ രോഗം മാറ്റണേ, എൻ്റെ ആരോഗ്യം നിലനിർത്തണേ, അല്ലെങ്കിൽ എനിക്ക് റിസ്ക് വർദ്ധിപ്പിച്ച് തരണേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് ചോദിച്ചാൽ അതെന്താണ്? അത് ആ മനുഷ്യനെ ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക്, ഈ വസ്തുവിന് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിനുള്ള ന്യായമായിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ പോലെ ഇയാൾ കാണുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനുള്ള തെളിവുകളാണ് നമ്മൾ വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾ പറഞ്ഞത്. അതിൻ്റെയൊക്കെ തഫ്സീർ പരിശോധിച്ചാൽ വ്യക്തമായി കാര്യം മിക്കവാറും മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ പറഞ്ഞു. യഹൂദി നസാറാക്കൾ അവരുടെ പണ്ഡിതന്മാരെ ആരാധിച്ചു എന്നാണ് അള്ളാഹ് പറയുന്നത്. അവരോട് ചെയ്ത കാര്യം എന്തായിരുന്നു? അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയായിരുന്നു. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഹലാൽ ഹറാമിൻ്റെ കാര്യം, അല്ലാതെ എന്തെങ്കിലും കാര്യം അനുസരിച്ചതുകൊണ്ട് ശിർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഹലാൽ ഹറാം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക് വകവെച്ചു കൊടുത്തു. അതോടുകൂടി അവർ ചെയ്തത് ശിർക്കാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. അള്ളാഹുവിനെ പോലെ ശക്തിയുണ്ട് അവർക്ക് എന്ന് ഒരു നസ്രാണിയും വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടും അവർ ചെയ്തത് ശിർക്കാണ് എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു സംശയമായിട്ട് സാധാരണ തൗഹീദിൻ്റെ കാര്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കാറുള്ളത്. അതിൻ്റെ ഒരു മറുപടിയാണ് നമ്മൾ കഴിയുന്നതുപോലെ വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഹീദ് വ്യക്തമായി മനസ്സിലാക്കാനും തൗഹീദിൽ ഉറച്ചു നിന്ന് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.